സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ രൂപയുടെ വില ദിനം പ്രതി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് $1 വാങ്ങാൻ 96 രൂപയ്ക്ക് മുകളിലാണ് നൽകേണ്ടത്. ഉടൻ തന്നെ അത് 100 രൂപയിലേക്ക് കടക്കുമെന്ന ഭയവും ഉയരുകയാണ്. ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസികളിൽ ഒന്നായി ഇന്ത്യൻ രൂപ മാറിക്കഴിഞ്ഞു. മോദി സർക്കാർ പറയുന്നത് എന്താണ്? പശ്ചിമേഷ്യയിലെ യുദ്ധമാണ് രൂപയുടെ തകർച്ചയ്ക്ക് കാരണം എന്നാണ്. യുദ്ധം ഒരു കാരണമാണെന്നത് ശരിയാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രൂപയുടെ തകർച്ച ആരംഭിച്ചിരുന്നു. 2024 അവസാനം $1 85 രൂപയായിരുന്നു. യുദ്ധത്തിന് മുമ്പ് തന്നെ ഇത് 91 രൂപയായി ഉയർന്നു. അതായത് പ്രശ്നം യുദ്ധത്തിൽ മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക നയങ്ങളിലുമാണ്. എന്തുകൊണ്ടാണ് രൂപയുടെ വില ഇടിയുന്നത്? വിദേശ നിക്ഷേപകരും വലിയ സമ്പന്നരും ഇന്ത്യയിൽ നിന്ന് പണം പിൻവലിച്ച് ഡോളറിലേക്ക് മാറുകയാണ്. അവർക്ക് ഇന്ത്യയുടെ ഭാവിയിൽ വിശ്വാസം കുറഞ്ഞു. പണം പുറത്തേക്ക് പോകുമ്പോൾ ഡോളറിൻ്റെ ആവശ്യകത കൂടുന്നു. അതോടെ രൂപയുടെ വില താഴേക്ക് പോകുന്നു. റിസർവ് ബാങ്ക് വിദേശ നാണ്യ ശേഖരം ഉപയോഗിച്ച് രൂപയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനും ഒരു പരിധിയുണ്ട്. കാരണം റിസർവ് കുറഞ്ഞാൽ വിപണിയിലെ കച്ചവടക്കാരും കറൻസി ചൂതാട്ടക്കാരും ഇനി രൂപ വീണ്ടും വീഴും എന്ന് കരുതുന്നു. അതോടെ കൂടുതൽ ആളുകൾ രൂപ വിൽക്കുകയും ഡോളർ വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ രൂപയുടെ വീഴ്ച വീണ്ടും ശക്തമാകുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ബാധ്യത ആരാണ്? സാധാരണ ജനങ്ങൾ. കാരണം രൂപയുടെ വില ഇടിയുമ്പോൾ പെട്രോൾ, ഡീസൽ, പാചകവാതകം, വളം, ഭക്ഷ്യ എണ്ണ തുടങ്ങിയ ഇറക്കുമതി സാധനങ്ങളുടെ വില കൂടും. വിലക്കയറ്റം ഉയരും. ജീവിത ചെലവ് വർദ്ധിക്കും. എന്നാൽ ശമ്പളവും വരുമാനവും അത്ര വേഗതയിൽ ഉയരില്ല. അതായത് സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവൻ ഭാരം തൊഴിലാളികൾക്കും കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും മേൽ വീഴും. ഇതൊരു ദിവസത്തെ പ്രശ്നമല്ല. 1990കളിൽ രാജ്യത്ത് നവലിബറൽ സാമ്പത്തിക നയങ്ങളിലേക്ക് മാറിയതോടെ ഈ പ്രതിസന്ധിയുടെ അടിത്തറ പാകപ്പെട്ടത്. അതിനു മുമ്പ് രൂപയുടെ വില സർക്കാർ നിയന്ത്രണത്തിലായിരുന്നു. വിദേശ നാണ്യത്തിന് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൻ ചാഞ്ചാട്ടങ്ങൾ കുറവായിരുന്നു. പക്ഷെ പിന്നീട് വിപണിയെല്ലാം തീരുമാനിക്കട്ടെ എന്ന നയം വന്നു. വിദേശ നിക്ഷേപകർ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവരാനും പുറത്തേക്ക് കൊണ്ടുപോകാനും അനുമതി നൽകി. ആദ്യം ഇത് നല്ലതുപോലെ തോന്നി. വിദേശ പണം ഒഴുകിയെത്തി. എന്നാൽ അതേസമയം നമ്മുടെ സമ്പദ് വ്യവസ്ഥ വിദേശ നിക്ഷേപകരുടെ കരുണയിൽ ആശ്രയിച്ചു പോയി. ഇപ്പോൾ അവർ പണം പിൻവലിക്കുമ്പോൾ രാജ്യം മുഴുവൻ പ്രതിസന്ധിയിലാവുകയാണ്. ഇതിനിടയിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യശക്തികളും അവരുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് മേൽ അനീതിയുള്ള വ്യാപാര കരാറുകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതോടെ നമ്മുടെ വ്യാപാര കമ്മി വർദ്ധിക്കും. രൂപയുടെ സമ്മർദ്ദവും കൂടും. സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? പലിശ നിരക്ക് ഉയർത്താം. നികുതി ഇളവുകൾ നൽകി വിദേശ നിക്ഷേപകരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാം. എന്നാൽ അതിൻ്റെ ആഘാതം വീണ്ടും ജനങ്ങൾക്കാണ്. പലിശ ഉയർന്നാൽ തൊഴിലും നിക്ഷേപവും കുറയും. സാമ്പത്തിക മാന്ദ്യം വരും. അതിനാൽ ഈ പ്രശ്നത്തിന് താൽക്കാലിക മരുന്നുകൾ മതിയാവില്ല. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കറൻസി ചൂതാട്ടക്കാരിൽ നിന്നും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. മൂലധനത്തിൻ്റെ നിയന്ത്രണമില്ലാത്ത ഒഴുക്കിന് നിയന്ത്രണം വേണം. രൂപയുടെ മൂല്യം ജനങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ സ്ഥിരപ്പെടുത്തണം. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വിപണിയെക്കുറിച്ച് ധനികരുടെ ചൂതാട്ടത്തിന് വിട്ടുകൊടുക്കാനാവില്ല. കോടിക്കണക്കിന് തൊഴിലാളികളും കർഷകരുടെയും സാധാരണ ജനങ്ങളുടെയും ജീവിതമാണ് പ്രധാനമാകേണ്ടത്. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം, രാജ്യത്തിൻ്റെ സമ്പത്ത് ആർക്കാണ്? ജനങ്ങൾക്കാണോ? അല്ലെങ്കിൽ അന്താരാഷ്ട്ര ധന മൂലധനത്തിലാണോ? ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കായുള്ള പോരാട്ടം നമ്മൾ ശക്തമാക്കണം.